ശിവപ്രസാദ്, ഇന്നത്തെ തിരുവനന്തപുരത്തെ SFI കാട്ടിക്കൊടുത്ത പ്രതിഷേധം എന്നുള്ളത് അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ധാരണ ഉണ്ടായിട്ടുണ്ടാകാൻ ഇടയുണ്ട്, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം സമരം പ്രതിഷേധം അത് പ്രത്യേകിച്ച് ഈ കാലയളവിൽ നവഫാസിസത്തിൻ്റെ ഈ കാലത്ത് വേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് പിന്നിട്ട കാലത്ത് പുതിയ തലമുറകൾ എങ്ങനെ ഈ പോരാട്ടം ഏറ്റെടുക്കണം എന്ന് ഈ ദിവസം തന്നെ ഒരു സാഹചര്യം കേരളത്തിൻ്റെ മുമ്പിൽ വരികയാണ്. അവിടെയാണ് SFI ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്തത്. അത് വളരെ പുരോഗമനപരമായി സ്വീകാര്യമായ കാര്യം തന്നെയാണ്. അതിൽ രണ്ട് പക്ഷത്ത് നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഒന്ന്. പക്ഷേ അപ്പോഴും ഒരു നിരീക്ഷണം വേണമെങ്കിൽ അവതരിപ്പിക്കാവുന്നത്, ഇത് അടിയുറച്ച SFI പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങേണ്ട പ്രതിഷേധമാണോ? ക്യാമ്പസുകളിലേക്ക് പ്രതിഷേധത്തെ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇതിൻ്റെ രാഷ്ട്രീയവും ചരിത്രപരവുമായ അനിവാര്യത പകർന്നു കൊടുക്കാൻ SFI കുറേ കൂടി ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയം ഏറ്റെടുക്കേണ്ടതായി വരില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലേക്കുമൊക്കെ ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു പാറ്റേൺ ഒരുപക്ഷെ ചാൻസലറായിട്ടുള്ള അദ്ദേഹം തുടർന്നേക്കാം. സംഘടനകളെ കൊണ്ട് പരിപാടികൾ വെപ്പിക്കുക, അവിടേക്ക് പോവുക, ഇതുപോലെ കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രവുമായി അദ്ദേഹം സഞ്ചരിക്കുക, എവിടെയൊക്കെ SFI. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഇവൻറ്റിലുണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിനപ്പുറം ക്യാമ്പസുകളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് ഈ രാഷ്ട്രീയത്തെയും ചരിത്രപരമായ അപകടങ്ങളെയും വെല്ലുവിളികളെയും എത്തിക്കേണ്ടേ? ഒന്ന്. അതിൽ തന്നെയും SFI മാത്രമാകാതെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിലേക്ക്, ഇടതുപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക്, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്വമില്ലേ? അവരെ പലരെയും കാണുന്നില്ല, നിർഭാഗ്യവശാൽ. ഉണ്ടാവേണ്ടതല്ലേ? ഒരു യോജിച്ച പോരാട്ടമാണ്. SFIക്ക് കേരളത്തിൽ ഏത് ക്യാമ്പസിലും സമരം ചെയ്യാം, പ്രതിഷേധിക്കാം. അതിന് ഒരാളുടെയും പിന്തുണയുടെ ആവശ്യമോ അല്ല, ഒന്നും ആവശ്യമില്ല. പക്ഷേ കേരളം ആ നിലയിൽ ഒരു യോജിച്ച പ്രതിഷേധം ഡിമാൻഡ് ചെയ്യുന്നില്ലേ ശിവപ്രസാദ്? തീർച്ചയായും. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാചകമാണ് നമ്മൾ വീണ്ടും ആവർത്തി ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് RSS ഉയർത്തുന്ന ഹിന്ദുത്വ ദേശീയതയിലേക്ക് കേരളത്തിലെയും രാജ്യത്തെയും മനുഷ്യരുടെ മാനസികാവസ്ഥയെ ചുരുക്കാൻ ആവശ്യമായ പ്രവർത്തനം കേരളത്തിൽ നിന്ന് അവരിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രം ഏറ്റെടുക്കേണ്ട വിഷയമല്ല എന്ന് നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യരാകെ ഒന്നാകെ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. നിങ്ങൾ നോക്കൂ, ഗവർണർ എത്ര ബാലിശമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഗവർണർ? നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഞങ്ങൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട അക്കാഡമിക് വിഷയമാണത്. ഒരു ഗവർണർ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ആ ഗവർണർക്ക് എന്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുള്ളത്? ഇപ്പോ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം, കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ എന്താണ് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം എന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പഠനം നിർബന്ധമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ പാഠപുസ്തകങ്ങൾക്കപ്പുറമായി ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങളുടെ ഇത്രയും നാളുമുള്ള ക്യാമ്പയിനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാമ്രാജ്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരായ ക്യാമ്പയിനുകൾ ഞങ്ങൾ ചേർത്ത് വെക്കുന്ന ഒരു വരിയാണ് സംഘപരിവാരവൽക്കരണത്തിന്റെ ഏറ്റവും പുതിയ രൂപമായ ഗവർണർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്വത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ പുതിയ രൂപം എന്നത്. അതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാത്ത അധികാരമാണ് ഗവർണർ കേരളത്തിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. അത് വിളിച്ചു പറയാതെ നമുക്ക് എങ്ങനെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ തന്നെ കേരളത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 470 ആർട്ടിക്കിളാണുള്ളത്. ഈ 470 ആർട്ടിക്കിളിൽ എവിടെയും ഈ ഭാരതാംബയെ സംബന്ധിച്ച് RSS പറയുന്ന ഈ ഭാരതാംബയെ സംബന്ധിച്ച് പരാമർശമില്ല. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന തന്നെയും നിർദ്ദേശിക്കുന്ന ഒരു തത്വത്തിലും ഇല്ലാത്ത സംഗതികളെ ഇന്ത്യയുടെ ദേശീയതയുടെ ഭാഗമായി, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഭാഗമായി കൊണ്ട് പ്രതിഷ്ഠിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഗവർണറുടെ തന്നെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന വളരെ വിശദമായും വിശാലമായും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയുള്ള ആർട്ടിക്കിൾ വിശദമായി വായിച്ചാൽ എന്താണ് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്വം എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ആർട്ടിക്കിൾ 153 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണറാണ്. അതിനകത്തൊരു വാചകം ഗവർണറെ ഞങ്ങൾ ഇപ്പോ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന വാചകം അതാണ്. ഇപ്പോൾ SFIയുടെ പല ബ്രാൻഡുകളും കോളേജ് ശ്രദ്ധിച്ചാൽ ആ കോളേജുകളിലെ ബാനറുകളുടെ എല്ലാം ഒരു എസൻസ് സത്യത്തിൽ അതാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കൃത്യമായ ഒരു വാചകം, ഗവർണർ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടത്. അതായത് ഗവർണർ ഷാൽ സെർവ് ആസ് എ സെറിമോണിയൽ ഹെഡ് ആൻഡ് അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. സെറിമോണിയൽ ഹെഡ് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ ആലങ്കാരികമായ തലവനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്കിനെ ഒരു സംസ്ഥാനത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ആൾ എന്നുമാണ്. നിങ്ങൾ നോക്കൂ, എന്ത് ഭരണഘടനാ മൂല്യമാണ് ഉയർത്തിപ്പിടിക്കുക? അവിടെയാണ് ശരത്തേട്ടൻ രണ്ടാമത്തെ ചോദ്യം പ്രസക്തമാകുന്നത്. ഇതിനെതിരെ SFI മാത്രം പ്രതികരിച്ചാൽ മതിയോ? അപ്പൊ ഒരു പ്രശ്നം വരും. അവിടെയാണ് കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്.
നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ സെനറ്റുകൾ ഒന്ന് പരിശോധിച്ചാൽ ആ സെനറ്റുകൾക്കകത്ത് കോൺഗ്രസ് പ്രതിനിധികളായിരിക്കുന്ന ഗവർണറുടെ ശുപാർശ വാങ്ങിയ എത്ര ആളുകൾ ഉണ്ട് എന്ന് തുറന്നു പറയാൻ, ചർച്ച ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? ഞങ്ങൾ കേരളത്തിലെ പല സർവകലാശാലകളുടെയും സെനറ്റിലും സിൻഡിക്കേറ്റും ഉണ്ട്. ശരത്തേട്ടൻ പരിശോധിച്ചാൽ, കേരളത്തിലെ പൊതുസമൂഹം പരിശോധിച്ചാൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയും, ഒരു സർവകലാശാല സെനറ്റിലും ഗവർണർ നോമിനേഷനിലല്ല SFIക്കാർ വന്നത്. അന്തസ്സായി തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ വിജയിപ്പിച്ച് ആ വിദ്യാർത്ഥികൾ വിജയിപ്പിച്ചവർ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ ജയിക്കുന്നത്. വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തവർ വിജയിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ സെനറ്റ് മെമ്പർമാർ ജയിക്കുന്നത്. മറിച്ച് അപ്പുറത്തോ കേരളത്തിലെ പല സർവകലാശാലകൾ, കാലിക്കറ്റിൽ, കേരളയിൽ, MGയിൽ ഉൾപ്പെടെ വിവിധ സർവകലാശാലകളിൽ ഗവർണറാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസ് സെനറ്റ് മെമ്പർമാരിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ KPCC പ്രസിഡന്റായ K സുധാകരനോട് ഒരു ചോദ്യം മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. അല്ല, കേരളത്തിൽ ഗവർണർക്കെതിരായി അതിശക്തമായ ജനാധിപത്യപരമായ മതനിരപേക്ഷ മൂല്യങ്ങളുടെ സമരം നടക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഈ കോൺഗ്രസുകാർ BJPക്കാരെയും സംഘപരിവാരക്കാരെയും സെനറ്റിലേക്ക് സിൻഡിക്കേറ്റ് നോമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കോൺഗ്രസ് നിലപാടെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസുകാരെ സംഘപരിവാരക്കാരെ നോമിനേറ്റ് ചെയ്തോട്ടെ, ഒപ്പം കോൺഗ്രസുകാരും ഉണ്ടല്ലോ, എല്ലാവരും സെനറ്റിൽ വേണ്ടേ എന്നാണ്. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. എങ്ങനെ കോൺഗ്രസിന് ഗവർണർ എടുക്കാൻ കഴിയും? ഗവർണർ കൊടുത്ത അച്ചാരം വാങ്ങിയ അച്ചാരത്തിന്റെ പിൻബലത്തിൽ കിട്ടിയ സെനറ്റ് മെമ്പർമാരെയും സിൻഡിക്കേറ്റ് മെമ്പർമാരെയും കൂടിയിരുത്തി എങ്ങനെ കോൺഗ്രസിന് ഗവർണർക്കെതിരായി സമരം നടത്താൻ കഴിയും? അവിടെയാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിശക്തമായ സന്ധിയില്ലാത്ത പോരാട്ടം കേരളത്തിലെ ഗവർണർക്ക് സംഘടിപ്പിക്കുന്നത്. ഇതിനകത്തൊരു വിട്ടുവീഴ്ച നോക്കി. ഇത് കേരളം ഗവർണർക്കെതിരായ പ്രശ്നം അല്ലെന്നേ. ഇത് ഗവർണർക്കെതിരായ പ്രശ്നം രാജ്യത്തെമ്പാടും RSS നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർവൽക്കരണത്തിനെതിരായ വലിയ പോരാട്ടമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കോൺഗ്രസിനെതിരായ അതിശക്തമായ ജനകീയ വിചാരണ കേരളത്തിലെമ്പാടും നടക്കുന്ന ഒരു ദിവസമാണ്. രാജ്യത്തെമ്പാടും നടക്കുന്ന ദിവസം. അടിയന്തരാവസ്ഥ 50ാം വാർഷികം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50. ആ ചർച്ചയെ പോലും ഫലപ്രദമായി ഡൈവേർട്ട് ചെയ്തിട്ട് ആരെയാണ് RSS സഹായിക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസിനെ സഹായിക്കുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയ അന്തർധാരയാണ്. കോൺഗ്രസും BJPയും കാലാകാലങ്ങളായി കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തർധാരയുടെ പുതിയ മുഖമാണ്. ഞങ്ങൾ ഗവർണർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെയും കോൺഗ്രസ് പിന്തുടർന്നു വരുന്ന ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കും മതനിരപേക്ഷതയ്ക്കെതിരായ രാഷ്ട്രീയത്തിനും കൊടപിടിക്കുന്ന സമീപനത്തിനെതിരായ തുറന്ന പോരാട്ടം കേരളത്തിലെ ക്യാമ്പസുകളിൽ, തെരുവോരങ്ങളിൽ സന്ധിയില്ലാത്ത നിലയിൽ ഏറ്റെടുക്കാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് കണ്ടത് SFIയുടെ സമരത്തിന്റെ കാഹളമാണ്. ആ കാഹളം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് SFIക്ക് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല. ഗവർണർ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്താകെ RSS നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു വിശാല പദ്ധതിയുടെ ഭാഗമാണ്. ആ RSS പദ്ധതിക്കനുസരിച്ച് ഗവർണർ ഇവിടെ നീങ്ങിയാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് SFI ധാരണയോടെ തന്നെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്.